പയ്യോളി മുനിസിപ്പാലിറ്റി കേരളോത്സവത്തിൻ്റെ തുടക്കമായിക്കൊണ്ട് ഇന്നലെ ബാഡ്മിൻ്റനും ഇന്ന് ക്രിക്കറ്റ് കളി തുടങ്ങിക്കൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുകയാണ്. യുവാക്കൾ പൊതുവെ നമുക്കറിയാം, ഇന്ന് ലഹരി മാഫിയകളുടെ കൈകളിൽ അകപ്പെട്ടു പോകുന്ന നമ്മുടെ യുവാക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവർക്ക് ഉല്ലാസമായും ശാരീരികമായുള്ള ക്ഷമത ഉറപ്പുവരുത്താൻ വേണ്ടിയും ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കലാപരിപാടികൾ എല്ലാ യുവത്വങ്ങളും അണിനിരക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് ഇത് കാണുന്നത്. ഈ പരിപാടിയിൽ ഈ മാസം 30-ാം തീയതി തന്നെ ഇതിൻ്റെ അവസാനം കുറിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ ഓരോ പരിപാടികളും ഡേറ്റ് ഫിക്സ് ചെയ്തുകൊണ്ട് ഓരോ ദിവസവും ഓരോ പരിപാടികളായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. 1-2 പരിപാടികൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഈ ക്രിക്കറ്റ് മാച്ചിൽ 8 ടീമുകൾ അണിനിരന്നുകൊണ്ട് 8, 14, 100 ചില്ലാണം യുവാക്കളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അവർക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. മുനിസിപ്പാലിറ്റിയിലുള്ള എല്ലാ പരിപാടിക്കും എല്ലാവരുടെയും പിന്തുണവും സഹകരണവും ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു. പയ്യോളി നഗരസഭയുടെ കേരളോത്സവം ഇന്ന് പയ്യോളി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് മത്സരത്തോടുകൂടി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ പെരുമാളുപുരം ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് ഷട്ടിൽ ബാഡ്മിൻ്റൺ മത്സരം നടത്തുകയും പക്ഷെ ഇന്ന് ഒരുപാട് ടീംസ് ഒരുമിച്ച് കളിക്കുന്ന വളരെ പ്രാധാന്യമുള്ള യുവനിരകൾ സംഘടിച്ച ഒരു മത്സര ഇനം എന്ന രീതിയിൽ ക്രിക്കറ്റ് മത്സരത്തോടനുബന്ധിച്ച് ഇവിടെ ഉദ്ഘാടന പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായിരുന്നു. പയ്യോളിയിലെ എംപവർ ജിമ്മിൽ വെച്ച് നാളെ രാവിലെ 11 മണിക്ക് നമ്മുടെ പഞ്ചഗുസ്തി മത്സരം നടക്കുകയാണ്. അതുപോലെ മറ്റന്നാൾ ബുധനാഴ്ച രാവിലെ 10:30 പയ്യോളി നഗരസഭയുടെ കീഴിലുള്ള CH സ്മാരക ലൈബ്രറിയിൽ വെച്ച് നമ്മുടെ ചെസ് മത്സരം സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വരുന്ന ഞായറാഴ്ച 26-ാം തീയതി വൈകിട്ട് കോട്ടക്കലിലുള്ള അമ്പാടി ഗ്രൗണ്ടിൽ വെച്ച് വോളിബോൾ മത്സരം സംഘടിപ്പിച്ചിരിക്കുകയാണ്. 27-ാം തീയതി നമ്മുടെ മുച്ചുകുന്ന് കോളേജ് ഗ്രൗണ്ടിൽ നമ്മുടെ ഈ ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പയ്യോളി നഗരസഭയിലെ നമ്മുടെ ഒരു ഗ്രൗണ്ടിൻ്റെ പോരായ്മയാണ് ഇത്തരം പരിപാടികളൊക്കെ നമുക്ക് മറ്റു പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടി വരുന്നത്. നമ്മുടെ പയ്യോളി നഗരസഭയുടെ EK നായനാർ സ്റ്റേഡിയം അതിൻ്റെ ഭൂമിയുടെ തരം നഞ്ച എന്ന രീതിയിൽ നിലകൊള്ളുന്നതുകൊണ്ടാണ് അത് നമുക്ക് കളിക്കാൻ യോജ്യമായ രീതിയിലേക്ക് സംവിധാനിക്കാൻ കഴിയാത്തത് എന്ന ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. അത് പരിഹരിക്കുന്നതിനായി പയ്യോളി നഗരസഭ അത് സംസ്ഥാന തലങ്ങളിൽ അതിനു വേണ്ട നിയമപരമായ പേപ്പർ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വരാനിരിക്കുന്ന നാളുകളിൽ പയ്യോളിയുടെ യുവത്വങ്ങൾക്ക് കളിച്ചു വളരാൻ പ്രാപ്തമായ ഒരു ഗ്രൗണ്ടായി, നല്ലൊരു സ്റ്റേഡിയമായി EK നായനാർ സ്റ്റേഡിയം മാറണം. ഈ ഒരു അപര്യാപ്തതയൊക്കെ ഒരു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന നിലയിൽ നമ്മൾ ഇത്തരം പരിപാടികൾ മറ്റു പ്രദേശങ്ങളിൽ കൊണ്ടുപോയി സംഘടിപ്പിക്കാൻ ഉള്ള ഒരു പ്രയാസം, പരിമിതികളൊക്കെ വരാനിരിക്കുന്ന ഭരണസമിതികൾക്ക്, വരാനിരിക്കുന്ന ക്ലബ്ബുകൾക്ക്, അവർ യുവത്വങ്ങൾക്ക് മാറാൻ പ്രാപ്തമാകുന്ന രീതിയിലുള്ള നടപടികളും അതിനുവേണ്ട നിലപാടുകളും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് കൂടിയാണ് സാന്ദർഭികമായി ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. ഇഷ്ടമായ വെയിലും രാവിലെ തന്നെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട ഒരുപാട് യുവ കളിക്കാർ, അതുപോലെ കായിക പ്രേമികളായ കാഴ്ചക്കാർ, നമ്മളോടൊപ്പം ഇത് സംഘടിപ്പിക്കാൻ എത്തിച്ചേർന്ന നഗരസഭയുടെ പ്രതിനിധികൾ, കൗൺസിലർമാർ, അവരുടെ ഉദ്യോഗസ്ഥന്മാർ, ഇത്തരം ആളുകളോടൊക്കെ ആ സ്നേഹവും കടപ്പാടും നമ്മൾ അറിയിക്കുകയാണ്. പയ്യോളി നഗരസഭയുടെ സ്പോർട്സ് മത്സരങ്ങൾ പയ്യോളി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ തന്നെയാണ് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയ സാങ്കേതിക കാര്യങ്ങളൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നാളെയോ മറ്റന്നാളോ തന്നെ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ പ്രഖ്യാപിക്കും. അതോടൊപ്പം നമുക്ക് കലാമത്സരങ്ങൾ, എൻട്രി ആയി ലഭിച്ച കലാമത്സരങ്ങൾ എന്തുകൊണ്ടോ ഈ ആനുകാലിക സമയത്ത് കലാമത്സരങ്ങൾക്കായി അധികമായി മത്സരാർത്ഥികൾ വരുന്നില്ല എന്നതാണ്. ഇനങ്ങൾ തിരിച്ച് ഒരുപക്ഷെ അവർക്ക് സാമ്പത്തികപരമായ ബാധ്യതകൾ വരുന്നത് കൊണ്ടായിരിക്കാം എന്ന് മനസ്സിലാക്കുന്നു. നമ്മുടെ നഗരസഭയിൽ കിട്ടിയ വളരെ പരിമിതമായ കലാമത്സരങ്ങളുടെ എൻട്രിയാണ്. ആ എൻട്രി പരിശോധിച്ച് അതിൻ്റെ സദസ്സും സമയവും മത്സര ഇനങ്ങളുമൊക്കെ അടുത്ത ദിവസം തന്നെ ഇതേപോലെ പ്രഖ്യാപിക്കും. എന്തായാലും ഒക്ടോബർ 30-നകം മുഴുവൻ പരിപാടികളും നടത്തി വളരെ സജീവമായ രീതിയിൽ കൊണ്ട് നഗരസഭ നമ്മുടെ കലാകായിക രംഗത്ത്
നമ്മുടെ യുവാക്കളോടൊപ്പം മത്സരാർത്ഥികളോടൊപ്പം കലാപരമായി ഇത്തരം ഇതിനെ മനസ്സോട് കൊണ്ട് സ്വീകരിക്കുന്നവർക്ക് മുമ്പ് നല്ലതായ രീതിയിൽ പരമാവധി സംഘടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരുടെയും സഹകരണം ഇതോടൊപ്പം ഉണ്ടാവണമെന്നും കൂടി അറിയിക്കാം.